ഹായ്, വെൽക്കം ടു നോട്ടോറിയസ് സ്പെക്ടേറ്റർ. ഇന്ന് ഇന്ത്യ അങ്ങനെ പാകിസ്ഥാനെ ഒരു നല്ല പാഠം ഒന്നുകൂടി പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അതായത് ഈ വായ്ത്താളം, വാചകമടി, ഈ വെല്ലുവിളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ട് കളി ജയിക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഹൈ ലെവൽ ടൂർണമെൻറ്റിൽ വന്നിട്ട് പെർഫോം ചെയ്യാനോ പറ്റില്ല. അതിന് പ്ലാൻസ് വേണം, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് വേണം, അതുപോലെ തന്നെ അതിനുള്ള സ്കില്ല് വേണം, ടാലൻറ്റ് വേണം. അതിനെല്ലാം ഉപരി അതിന് പറ്റുന്ന ഒരു മൈൻഡ് സെറ്റും വേണം. ഇതിപ്പോൾ ക്രിക്കറ്റ് അറിയാവുന്ന ഏതൊരാൾക്കും മുമ്പേ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഈ പാകിസ്ഥാൻ ടീമിന്, അതായത് ന്യൂസിലൻഡിൻ്റെ കൂടെ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ട പാകിസ്ഥാൻ ടീമിന് ഇന്ത്യയെ പോലൊരു ടീമിനെ ബീറ്റ് ചെയ്യാൻ അസാധ്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഓൺ എ ഗിവൺ ഡേ ആ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൻ്റെ ആവേശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണലായിട്ടുള്ള 1-2 ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ പുറത്തോ എന്തെങ്കിലും ഒരു ചലനം പാകിസ്ഥാൻ സൃഷ്ടിക്കാമോ അല്ലെങ്കിൽ സൃഷ്ടിച്ചേക്കാമോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലാതെ ഒരു 95% ഇന്ത്യ പാകിസ്ഥാനെ ബീറ്റ് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഇന്നത്തെ മാച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിൽ, ബോളിങ്ങിൽ, ഫീൽഡിങ്ങിൽ എന്നുവേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇന്ത്യ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ഡോമിനേഷൻ കാണിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ചലഞ്ച് തരാനോ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയിട്ട് പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ബാബർ അസം അതുപോലെ തന്നെ ഇമാം, ഇവർ രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പവർ പ്ലേ കളിച്ച് മുന്നോട്ട് പോയത്. ഇപ്പോൾ ന്യൂസിലൻഡുമായിട്ടുള്ള മാച്ചിൽ ബാബർ അസം കളിച്ച പോലെ അല്ല ഇന്നത്തെ മാച്ച് കളിച്ചു. നന്നായിട്ട് ബോൾ ടൈം ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബൗണ്ടറീസ് കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഒരു നല്ല ടച്ചിലുള്ള പോലെ തോന്നിയത്. അപ്പോഴാണ് നമ്മുടെ ഹർദിക് പാണ്ഡ്യ വരുന്നത്. ICC ടൂർണമെൻറ്റ്സ് പാകിസ്ഥാൻ ആൻഡ് ഹർദിക് പാണ്ഡ്യ അതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. ഒരു രക്ഷയില്ലാതൊരു പെർഫോമൻസ് ഇങ്ങനെയുള്ള മാച്ചുകളിൽ ഹർദിക് പാണ്ഡ്യ പുറത്തെടുക്കും. ക്രൂഷ്യലായിട്ടുള്ള ബാബർ അസമിൻ്റെ വിക്കറ്റും ഹർദിക് പാണ്ഡ്യയാണ് എടുത്തത്. പിന്നീട് അവിടം തൊട്ട് പാകിസ്ഥാന് ബാറ്റിംഗ് കഴിയുന്നിടം വരെ ഒരു കാര്യമായിട്ടുള്ളൊരു തിരിച്ചുവരവ് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബോളിംഗ് മാത്രമല്ല, ഇന്ത്യയുടെ ഫീൽഡിംഗ് കൂടാണ്. വളരെ മനോഹരമായിട്ട് ഇന്ത്യ ഫീൽഡ് ചെയ്തു. അതായത് പാകിസ്ഥാനെ റണ്ണ് കണ്ടെത്താൻ പറ്റാതെ നന്നായിട്ട് വരിഞ്ഞു മുറുക്കി. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇമാമിൻ്റെ റണ്ണൗട്ട്. അതായത് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ, റണ്ണ് കിട്ടാതെ പ്രഷർ ബിൽഡായി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഇറങ്ങി ഓടിപ്പോകുന്നതാണ്. അത്രയും പ്രഷറുള്ളൊരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണ്. അപ്പോൾ ഇന്ത്യ ഫീൽഡിങ്ങിലും ബോളിങ്ങിലും അങ്ങനെ ഒരു പ്രഷറും കൂടെ അവർക്ക് കൊടുക്കുമ്പോൾ റണ്ണ് വരാതെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ പ്രഷറിലാണ് ആ ഇമാമിൻ്റെ വിക്കറ്റ് റണ്ണൗട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നീട് വന്ന റിസ്വാൻ ഓവർ ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്നിങ്സിന് ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്വാന് സാധിച്ചില്ല. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. സിംഗിൾസ് എടുത്തിട്ടോ അല്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടോ റണ്ണേ ബോളൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 റൺസ് വെച്ചിട്ടൊരു ഓവറിൽ ആ ഒരു ടൈമിൽ ഒരു 10 to 20 ഓവേഴ്സിൽ കണ്ടെത്താനേ സാധിച്ചില്ല. അതുപോലെ തന്നെ ഷക്കീൽ, റിസ്വാൻ്റെ അത്രയും ബോൾ നിന്നല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ബോൾ നിന്ന് തന്നെയാണ് പുള്ളിയും കളിച്ചത്. പിന്നീട് റണ്ണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഷോട്ട്സ് കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഔട്ടാവുകയും ചെയ്തു. അതും ഹർദിക് പാണ്ഡ്യ തന്നെയാണ്. ഇന്ത്യ ഇങ്ങനെ റെഗുലർ ഇൻ്റർവെൽസ് വിക്കറ്റ് എടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ജഡേജ വന്നൊരു വിക്കറ്റ് എടുത്തു, അതിനുശേഷം കുൽദീപ്, സൽമാൻ്റെയും ഷഹീൻ്റെയും വിക്കറ്റ് അടുത്തടുത്ത ബോളുകളിൽ എടുത്തു. അങ്ങനെ പാകിസ്ഥാനെ ഇത് തിരിച്ചറിവിന് സമ്മതിക്കാതെ, അതായത് സ്കോർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് വിക്കറ്റ് പോകും, വീണ്ടും ഒന്ന് സിംഗിൾസ് ഒക്കെ എടുത്ത് വീണ്ടും സ്കോർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വിക്കറ്റ് പോകും. റെഗുലറായിട്ട് ഇന്ത്യ വിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നു. എക്സെപ്ഷണലായിട്ട് ഇന്ത്യ ബോൾ ചെയ്തു, എക്സെപ്ഷണലായിട്ട് ഫീൽഡ് ചെയ്തു. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന് അറിയില്ല, അതിനുള്ള സ്കില്ലില്ല, ടാലൻ്റ് ഇല്ല, അതിനുള്ള എക്സ്പീരിയൻസും അവർക്കില്ല. മിഡിൽ ഓവേഴ്സ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ റൺ റേറ്റ് താഴാതെ തന്നെ സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്തും റെഗുലർ ഇൻ്റർവെൽസ് ബൗണ്ടറീസ് കണ്ടെത്തി എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാർക്ക് യാതൊരു ഐഡിയ ഇല്ല. എൻഡ് ഓഫ് ദി ഇന്നിങ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ ഖുഷ്ദിലിന് നന്നായിട്ട് സ്കോർ ചെയ്തൊന്നും റൺസ് കയറ്റാനും പറ്റില്ല. അപ്പോഴത്തേക്ക് പാകിസ്ഥാൻ ഒരു 240 എന്ന് പറഞ്ഞ സ്കോറിലേക്ക് ഒതുങ്ങേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ, ആ പവർ പ്ലേയുടെ തുടക്കത്തിൽ പാകിസ്ഥാന് യാതൊരു വിധത്തിലൊരു ചലഞ്ചും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ രോഹിത് ശർമ്മ ആയാലും ശുഭ്മാൻ ഗിൽ ആയാലും ഈസി ആയിട്ട് കളിച്ച് മുന്നോട്ട് പോയത്. രോഹിത് ശർമ്മ ഒരു 20 റൺ അടിച്ചിട്ട് ഔട്ടായി. പക്ഷേ ഇത് ഇറ്റ് ദ റൈറ്റ് തിങ്. അതായത് ഇത് തന്നെയാണ് രോഹിത് ശർമ്മ ഇനി പ്രതീക്ഷ മതി. ഇത് തന്നെയാണ് ICC ടൂർണമെൻറ്റ്സിൽ രോഹിത് ശർമ്മ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഹി ഡിഡ് ഹിസ് ജോബ്, അതാണ് സത്യം. പിന്നെ ശുഭ്മാൻ ഗിൽ എപ്പോഴും പറയേണ്ട കാര്യമില്ല, കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞാണ് ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു. കഴിഞ്ഞ മാച്ചിലും അതുപോലെ തന്നെ ഈ മാച്ചിലും ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു. നിർഭാഗ്യവശാൽ ഒരു അൺപ്ലേയബിൾ ആയിട്ടുള്ളൊരു ബോളിൽ ശുഭ്മാൻ ഗില്ലിന് ഔട്ടാവേണ്ടി വന്നു. പക്ഷേ ഈ ബാറ്റഡ് ബ്യൂട്ടിഫുള്ളി. അബ്രാറിൻ്റെ ഒരു മാജിക്കൽ ബോൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ബോളായിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു ബോളായിരുന്നു അത്. പുള്ളിയുടെ സെലിബ്രേഷൻ അത്ര സംഭവമില്ലായിരുന്നു. അവർ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തോറ്റ് പണ്ടാറം അടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആ സെലിബ്രേഷൻ ഭയങ്കര ഒരു ക്രിഞ്ചായിട്ട് തോന്നി. എന്തായാലും ബോൾ പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു, മാജിക്കൽ ബോൾ. ഈ ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ച ബോളെന്ന് ഇതുവരെ ഉള്ളതിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ഒരു ബോളായിരുന്നു. ഇനി നമുക്ക് രാജാവിലേക്ക് വരാം. അതായത് പാകിസ്ഥാൻ ടീമിനെ കണ്ടു കഴിഞ്ഞാൽ ICC ഇവൻസിൽ കോഹ്ലി വേറെ ഒരു കോഹ്ലിയായിട്ട് മാറുകയാണ്. എന്താ പറയുക, കഴിഞ്ഞ മാച്ചിൽ കണ്ട കോഹ്ലിയല്ല, കഴിഞ്ഞ മാച്ചിലെ ബോഡി ലാംഗ്വേജ് അല്ല, കഴിഞ്ഞ മാച്ചിലെ ഒരു അപ്രോച്ച് അല്ല, എന്താ പറയുക,
പ്രൈം കോഹ്ലിയെ പോലുള്ളൊരു കോഹ്ലി വന്നിട്ട് സിംഗിൾസ് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, കവർ ഡ്രൈവ് അടിക്കുന്നു. കവർ ഡ്രൈവ് ഒക്കെ അടിപൊളിയായിട്ട് കവർ ഡ്രൈവ് അടിച്ചു. കവർ ഡ്രൈവിലാണ് പുള്ളിയുടെ വിക്കറ്റെല്ലാം പൊക്കോണ്ടിരുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കളി കണ്ടു കഴിഞ്ഞാൽ. അത്ര അടിപൊളിയായിട്ട് എത്ര കവർ ഡ്രൈവ് അടിച്ചു. എക്സ്ട്രാ കവറിലൂടെ നല്ല കിടിലം ഫോറുകൾ അടിച്ചു. ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു കോഹ്ലി. വേറെ ലെവൽ കോഹ്ലി. പാകിസ്ഥാൻ്റെ ബോളിങ്ങിലേക്ക് വന്നാൽ പാകിസ്ഥാൻ്റെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ ഷഹീൻ, നസീം ഷാ, അതുപോലെ തന്നെ റോൾഫ്, 3 ബോളേഴ്സ് ഉണ്ട്. അവരൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എത്ര വർഷം മുമ്പ് നമ്മൾ കണ്ടാണ്, ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. മിഡിൽ ഓവേഴ്സിൽ ആകെ ഒരു നല്ല സ്പിന്നറുണ്ട് അവരുടെ കയ്യിൽ. വേറെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് എറിയാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്പിന്നറില്ല. മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കാൻ റോൾഫിനോ ഒന്നും പറ്റുന്നില്ല. ആവശ്യത്തിന് അടികൊള്ളുകയും ചെയ്തു പുള്ളിക്ക്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ ബോളിംഗ്. അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നൊരു ഫീൽഡിങ്. മര്യാദയ്ക്ക് ഫീൽഡ് ചെയ്യാൻ അറിയത്തില്ല ഇന്നുമാർക്ക്. അതായത് ഈ പറഞ്ഞ ഇന്ത്യ ബിൽഡ് ചെയ്തൊരു പ്രഷർ ഉണ്ടല്ലോ, അതായത് സിംഗിൾസ് ഡബിൾ ആക്കാതെയും അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് അഗ്രസീവായിട്ട് ഫീൽഡിൽ നിൽക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ബാറ്റ്സ്മാൻമാരിൽ ഉണ്ടാക്കുന്ന പ്രഷർ ഭയങ്കര വലുതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് അവർ റൺ എടുത്തുകൊണ്ടിരുന്നത്. ഒരു എനർജി ഇല്ല, ഒരു ഇൻറ്റൻറ്റ് ഫീൽഡിൽ കാണിക്കുന്നില്ല. ഇവർ എന്ത് കണ്ടിട്ടാണ് ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചെന്ന് എനിക്കറിയില്ല. ഇന്ന് നമുക്ക് വേറെ ആളെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ശ്രേയസ് അയ്യർ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. പുള്ളി ആ ഫോമിൽ തന്നെ കളിക്കുകയാണ്, ഒരു രക്ഷയില്ല. അതായത് സ്പിന്നേഴ്സൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. സ്പിന്നേഴ്സിനൊക്കെ ഒന്ന് നശിപ്പിച്ച് കളയാണ്. റിവേഴ്സ് സ്വീപ്പ് അടിക്കുന്നു, തിരിഞ്ഞ് അടിക്കുന്നു. ഫാസ്റ്റ് ബോളേഴ്സിനാണെങ്കിൽ ഫുൾ ഷോട്ട് നല്ല സൂപ്പറായിട്ട് കളിക്കുന്നു. ഏറ്റവും പുള്ളിക്ക് വിമർശനം കേട്ടിട്ടുള്ളൊരു ഷോട്ടാണ് ഫുൾ ഷോട്ട് കളിക്കാൻ അറിയില്ല എന്ന്. ബ്യൂട്ടിഫുള്ളായിട്ട് ഫുൾ ഷോട്ട് കളിക്കുന്നു. ഒരു പ്രഷറും ടീമിന് കൊടുക്കാൻ പറ്റാത്ത, സത്യം പറഞ്ഞാൽ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ പുള്ളി ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. ഇന്ത്യയുടെ മേലിൽ ഒരു പ്രഷറും ബിൽഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഈസി ആയിട്ട് മാച്ച് എടുത്തുകൊണ്ട് അങ്ങ് പോയി, റണ്ണ് കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ഷോട്ട്സൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ച് റൺ അടിച്ചുകൊണ്ടേയിരുന്നു. വിരാട് കോഹ്ലിക്ക് ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് പുള്ളിയുടെ സ്വസിദ്ധമായ രീതിയിൽ ബാറ്റ് ചെയ്താൽ മതി. കാരണം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു പ്രഷറില്ല. ശ്രേയസ് അയ്യർ അതിമനോഹരമായിട്ട് ബാറ്റ് ചെയ്യാണ്. സോ വിരാട് കോഹ്ലിക്ക് അങ്ങനെ പ്രഷർ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് പുള്ളിക്ക് പുള്ളിയുടേതായ രീതിയിൽ കളിക്കാനും പറ്റി. ബ്യൂട്ടിഫുൾ ബാറ്റിംഗ്. ശ്രേയസ് അയ്യറിൻ്റെ കാര്യമാണ് ബ്യൂട്ടിഫുൾ ബാറ്റിംഗ്. പിന്നീടുള്ളതെല്ലാം യാന്ത്രികമായിരുന്നു. പിന്നെ ഇന്ത്യക്ക് ഈസി ആയിട്ട് അങ്ങ് ജയിച്ചാൽ മതി എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. പിന്നെ എപ്പോഴും ഉള്ള പോലെ കിങ് കോഹ്ലിയുടെ ഒരു സെഞ്ചുറിയുടെ ഒരു കയോസ് വന്നു. അപ്പോഴത്തേക്ക് ഹർദിക് പാണ്ഡ്യ ശ്രേയസ് അയ്യർ ഔട്ടായിട്ട് ഹർദിക് പാണ്ഡ്യ വന്നു. ഹർദിക് പാണ്ഡ്യ എന്നിട്ട് ഞാൻ വിചാരിച്ചു അടിച്ച് ജയിപ്പിച്ച് സെഞ്ചുറി കുളവാക്കിയെന്ന് വിചാരിച്ചു. പക്ഷേ ഭാഗ്യത്തിന് പുള്ളി ഔട്ടായി പോയി. ഇല്ലാതുകൊണ്ട് പുള്ളി അടിച്ച് ജയിപ്പിച്ചു ഉറപ്പാണ്. പുള്ളിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഹർദിക് പാണ്ഡ്യക്ക്. കോഹ്ലി സെഞ്ചുറി അടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അത് അടിച്ച് മാച്ച് ഫിനിഷ് ചെയ്ത് പോകാൻ വേണ്ടി പുള്ളി അടിക്കാൻ നിന്നതാണ്. കഷ്ടകാലത്തിന് ഔട്ടായി പോയി. ഇന്ന് ഹർദിക് പാണ്ഡ്യ എന്തായാലും ഉറങ്ങത്തില്ല. എന്തായാലും കിങ് കോഹ്ലി അവസാനം ലാസ്റ്റ് ബോളിൽ ബൗണ്ടറി അടിച്ചു, കോഹ്ലി സെഞ്ചുറി അടിച്ചു. എന്താ പറയുക, ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ഒരു നല്ല എൻ്റർടൈനിങ് പടത്തിൻ്റെ ക്ലൈമാക്സ് പോലെ, ശുഭം എന്ന് പറയുന്ന പോലെ ഉള്ളൊരു മാച്ചായിട്ട് അവസാനം മാറി. വീണ്ടും പറയുന്നു, പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനൊന്നും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഒരു എനിമിയല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് മാറാനുണ്ട്. ബേസിക്കിന് തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ്, അതായത് ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സ് അല്ല, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അല്ലെ അവരുടെ പുതിയ പിള്ളേരെ നർച്ചർ ചെയ്യുന്നിടത്തുനിന്നോ കോച്ചിങ് ചെയ്യുന്നിടത്തുനിന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രൊഫഷണലായിട്ട് അവരുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തിട്ടൊക്കെ ഫ്യൂച്ചറിലേക്ക് അവരെ റെഡി ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടാകത്തുള്ളൂ. ഒരു എതിരാളിയെ ആയിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് തോന്നത്ത് ഇല്ല. അത്രയ്ക്ക് ഡിഫറൻസ് ആണ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ. അപ്പോൾ ഇനി അടുത്ത കടമ്പ ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡ് എന്തായാലും പാകിസ്ഥാനെ പോലെ ഈസി ആയിരിക്കില്ല. അത് നല്ലൊരു മാച്ച് തന്നെ ആയിരിക്കും. എൻ്റെ ഒരു അസംഷൻ വെച്ചിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ ആൻഡ് ന്യൂസിലൻഡ്, ആൻഡ് അപ്പുറത്തെ ഗ്രൂപ്പിൽ നിന്ന് ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് ആഫ്രിക്കയാണ് ക്വാളിഫൈ ചെയ്യാൻ മോസ്റ്റ് പ്രോബബിൾ ചാൻസ്. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാളെ ബംഗ്ലാദേശ് vs ന്യൂസിലൻഡ് മാച്ചുണ്ട്. അതിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ.